إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدًا عبده ورسوله صفيه وخليله تركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك اللهم صل وسلم وبارك على عبدك ورسولك نبينا محمد وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فيا أيها الإخوة المؤمنون اتقوا الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ഏറെ ബഹുമാനമുള്ള പിരിസത്തിരെ സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടാവും നിയന്താവുമായിട്ടിക്കരെ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ, അവൻ്റെ ഓരോ വിധിവിലക്കുകൾ നല്ലപോലെ കാത്തു സൂക്ഷിച്ച് ജീവിക്കണുണ്ടോ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലെ ശരിയായ നൈജമായിട്ടിക്കര ആദർശം മുറുകെ പിടിച്ച് ജീവിക്കണുണ്ടോ എന്നോടും നിങ്ങളെല്ലാവരോടും ആദ്യമായി വസിയത്ത് ചെയ്യരെ ഉപദേശിക്കരെ. സഹോദരന്മാരെ സഹോദരിമാരെ, വളരെ പവിത്രമായിട്ടിക്കരെ പരിപാവനമായിട്ടിക്കരെ മുഹറം മാസത്തിലാണ് നാം എല്ലാവരും കഴിഞ്ഞുകൂടുന്നത്. ഈ മുഹറം മാസം കൊണ്ട് ചൊല്ലുന്നത് ഉണ്ട് മുസ്ലിമീങ്ങൾക്ക് ഇടയിൽ ഒരുപാട് തപ്പായിട്ടിക്കരെ സമ്പ്രദായങ്ങളും ആചരണകളും ആചാരങ്ങളും കൊണ്ട് നിറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടിക്കരെ അവബോധം, വളരെ കൃത്യമായിട്ടിക്കരെ ജാഗൃതി നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമായിട്ടിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ
അവസാനത്തെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ അറഫയിൽ വെച്ചിട്ട് നടത്തിയതായിട്ടിക്കരെ ഒരു വിദായ ഭാഷണ, വിടവാങ്ങൽ പ്രസംഗം, അതിൽ ചൊന്ന വളരെ ശ്രദ്ധേയമായ ഒരു വാചകമായിട്ടിക്കർ എന്തിരെ അലാ കുല്ലു ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യ തഹ്ത ഖദമയ്യ മൗളൂഉൻ. അലാ മനുഷ്യരെ നിങ്ങൾ പിടിയാക്കണം, മനസ്സിലാക്കണം. കുല്ലു ഷൈഇൻ മിൻ അംരിൽ ജാഹിലിയ്യ, ജാഹിലിയത്തിലെ എല്ലാ കാര്യങ്ങളും, ജാഹിലിയത്തിലെ എല്ലാ വിശ്വാസങ്ങളും, ജാഹിലിയത്തിലെ എല്ലാ കർമ്മങ്ങളും, ജാഹിലിയത്തിലെ എല്ലാ സമ്പ്രദായങ്ങളും, ജാഹിലിയത്തിലെ എല്ലാ ആചരണകളും തഹ്ത ഖദമയ്യ മൗളൂഉൻ, തഹ്ത ഖദമയ്യ മൗളൂഉൻ, നിന്റെ കാലിൻ്റെ അടിയിലിട്ടിട്ട് നാനതിരെ ചവിട്ടി മറവ് ചെയ്യരേ എന്ന് അല്ലാഹുവിന്റെ റസൂല് അറഫയിൽ നടത്തിയ ആ വിദായ ഭാഷണത്തിലേക്ക് ഒരു ശ്രദ്ധേയമായ ഒരു വാക്യമായിട്ടിരിക്കുക. ചൊന്നെങ്കിൽ എല്ലാ മനുഷ്യരോടുമാണ്, പ്രവാചകരെ ശബ്ദം കേൾക്കരെ ലക്ഷത്തോളം വേണ്ട മുസ്ലിമീങ്ങളോടും മൊത്തത്തിലെല്ലാ മനുഷ്യരോടും അല്ലാഹുവിന്റെ റസൂല് ചൊല്ലുന്നത്, ഇനി ജാഹിലിയത്ത് ഇവിടെ മുളക്കൊണുകു തീറ, ജാഹിലിയത്തിലെ വിശ്വാസം, ജാഹിലിയത്തിലെ സമ്പ്രദായങ്ങൾ ഇവിടെ ഉണ്ടാവണുകു തീറ. പരിശുദ്ധമായ പരിഭാവനമായ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വിശ്വാസമായിട്ടിരിക്കണം, ആ ഇസ്ലാമിന്റെ സമ്പ്രദായമായിട്ടിരിക്കണം, ആചാരമായിട്ടിരിക്കണം, ഞങ്ങൾ കൊണ്ട് നടക്കരുത് ജാഹിലിയത്ത് പറഞ്ഞു തീറ. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ ലാ യത്റുകൂനഹുന്ന. അർബഉൻ ഫീ ഉമ്മത്തി, നാല് കാര്യം എൻ്റെ ഉമ്മത്തിൽ അത് ജാഹിലിയത്തിൽ പെട്ടതായിട്ടിക്കറ്, അത് ജാഹിലിയത്തിൽ പെട്ടതായിട്ടിക്കറ്. എൻ്റെ ഉമ്മത്ത് അത് ബുടണുകു തയ്യാറല്ല, ആ നാല് ജാഹിലിയത്ത് എൻ്റെ ഉമ്മത്ത് ബുടണുകു തയ്യാറല്ല, ആ കെട്ട സമ്പ്രദായം അങ്ങോട്ട് ഇക്കും എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു. ഏതായിട്ടിക്കറ ആ നാല് കാര്യം? അൽ ഫഖ്റു ഫിൽ അഹ്സാബ് വത്തഅനു ഫിൽ അൻസാബ് വൽഇസ്തിസ്ഖാഉ ബിന്നുജൂം വന്നിയാഹ. ഈ നാല് കാര്യമായിട്ടിക്കറ എൻ്റെ ഉമ്മത്ത് ബുടണുകങ്ങ തയ്യാറല്ല. അത് എങ്ങനെയെങ്കിലും എൻ്റെ ഉമ്മത്തിന് അത് സ്വാധീനം ചെലുത്തിക്കും, അതിന്റെ പ്രഭാവം എങ്ങനെയെങ്കിലും എൻ്റെ ഉമ്മത്തിനുണ്ടാകും. ഏതായിട്ടിക്കറ അൽ ഫഖ്റു ഫിൽ അഹ്സാബ്, ഒന്ന് കുടുംബത്തെ സംബന്ധിച്ച് മേന്മ ചൊല്ലുന്നത്. കുടുംബം, എൻ്റെ ഫാമിലി, എൻ്റെ ഗോത്രം, എൻ്റെ സമുദായം കൊണ്ട് ചെന്ന് മേന്മ ചൊല്ലുരെ, ആ ഹിരിമയും മഹിമയും ഇങ്ങനെ പുകഴ്ത്തി അഹങ്കാരം നടിക്കരുത്, അഹന്ത നടിക്കരുത്. അത് ജാഹിലിയത്തായിട്ടിക്കറ, അത് എൻ്റെ ഉമ്മത്ത് ബുടണുകു തയ്യാറല്ല. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ ചൊന്നത് വത്തഅനു ഫിൽ അൻസാബ്, അതേപോലെ തന്നെ സ്വന്തം കുടുംബത്തെ, സ്വന്തം ഗോത്രത്തിലെ മഹിമയും ഹിരിമയും ഇങ്ങനെ പോരിശ ചൊല്ലുമ്പോത്തോ പിന്നൊരു കുടുംബത്തെ താഴ്ത്തേണ്ടതായിട്ട് പണ്ട്, പിന്നൊരു കുടുംബത്തെ ആക്ഷേപിക്കേണ്ടതായിട്ട് പണ്ട്. അങ്ങനെ മറ്റൊരു കുടുംബത്തെ ആക്ഷേപിക്കരുതും, അതും എൻ്റെ സമുദായം വിടൂല. നോക്കണം അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത്. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നത് നക്ഷത്രത്തെ നോക്കി മഴ തേടൽ, ഭവിഷ്യ, അതേപോലെ തന്നെ മറഞ്ഞ കാര്യങ്ങൾ പിടിയുള്ളവരാണ് എന്ന് വിശ്വസിക്കപ്പെടുന്ന ആളുമാരെ, ജ്യോത്സ്യന്മാരെ, ആസ്ട്രോളജർമാരെ, അതേപോലെ തന്നെ ഭാവി മറഞ്ഞ കാര്യങ്ങൾ അങ്ങക്ക് പിടിയുണ്ടു എന്ന വിശ്വാസത്തോടു കൂടി പോവരെ പ്രശ്നം വെക്കരാങ്ങോ, അതേപോലെ തന്നെ കണക്ക് നോക്കരാങ്ങോ, കൈലക്ഷണം മുഖലക്ഷണം കൊണ്ട് ചെന്നോ, അങ്ങനെ ഉള്ള ഏർപ്പാട്, അതിൽ ഏർപ്പെടുന്ന ആളുകളെ പോയി സമീപിക്കരുത്. പിടിയായിട്ടല്ലേ? ചിലപ്പോൾ 5 നേരം നിസ്കരിക്കുന്നവനായിട്ടിരിക്കും, അവൻ നോമ്പ് പിടിക്കുന്നവനായിട്ടിരിക്കും, അല്ലാഹുവിൽ വിശ്വാസമുള്ളവനായിട്ടിരിക്കും. എങ്കിലും അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും പരീക്ഷണങ്ങൾ നൽകുമ്പോ, എന്തെങ്കിലും അവന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടോ പ്രയാസമോ സമസ്യയോ ഉണ്ടാകുമ്പോ, ഒന്ന് പോയി നോക്കാം അയാളെ മുട്ടെ, ഒന്ന് പോയി നോക്കാം അയാളെ മുട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾമാരിട്ട് പോകുന്ന ഈ സമ്പ്രദായം ഇത് ജാഹിലിയത്തിൽപ്പെട്ടതായിട്ടിക്കറെ. പക്ഷെ എൻ്റെ സമുദായം
അത് ബുഡൊണുകു തയ്യാറല്ല. മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യമാണ് നമുക്കുണ്ട് മനസ്സിലാക്കണുള്ളത്. നാലാമത്തെ കാര്യമാണ് അല്ലാഹു റസൂൽ ചൊല്ലുന്നത്, മരിച്ചവരുടെ പേരിലുള്ള ദുഃഖാചരണം, ശോകാചരണം. ദുഃഖാചരണം നടത്തരുത്, ശോകാചരണം നടത്തരുത്. അത് ജാഹിലിയത്തായിട്ടിക്കറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബുവത്ത് കിട്ടുന്ന മുന്നോളം ആരെങ്കിലും ഗോത്രത്തിലെ ആരെങ്കിലും കുടുംബത്തിലെ പ്രധാനപ്പെട്ട പ്രധാനിമാർ മരണപ്പെട്ടാൽ അവിടെ കൂലിപ്പട്ടാളം അവിടെ ഒത്തുക്ക് പോകും. പ്രധാനമായിട്ടും പെണ്ണുങ്ങളായിട്ട് ഈ പണി ചെയ്യരുത്. അങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ നെഞ്ഞത്തേക്കടിച്ച് തലയിലേക്കടിച്ചിട്ട് കുപ്പായമെല്ലാം തന്നെ കീറിയിട്ട് അവിടെ ആ മരിച്ചുപോയ മനുഷ്യനെ പറ്റി ഒരുപാട് അവൻ്റെ മഹിമകൾ, അവൻ്റെ ഒരുപാട് നേട്ടങ്ങൾ ഇങ്ങനെ ചൊന്നിട്ട് ഇങ്ങനെ ബുൾപ്പെടുന്ന ഒരു സമ്പ്രദായം. അത് കാണാൻ നിയാഹത്ത് ഇട്ട് ചൊല്ലുന്നത്. ഓജബലാട്ടൊക്കെ ചൊന്നിട്ട് അങ്ങ് നെഞ്ഞത്തേക്കും തലയിലേക്കും എല്ലാം അടിച്ച് ബുൾപ്പെടുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇണ്ട് നമ്മളിടയിൽ കാണുന്നുണ്ടല്ലോ, ആരെങ്കിലും മരിച്ചാൽ ഒരു കൂട്ടം വെള്ളപ്പട്ടാളം വന്നിട്ട് അവിടെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതുന്നത്, അല്ലാഹുവിന്റെ കലാം. അത് പഠിക്കണകോ അത് മനസ്സിലാക്കണകോ ഒന്നും തയ്യാറുണ്ടാവില്ല. മരിച്ച സന്ദർഭത്തിൽ ഒരു കൂട്ടം പട്ടാളം ഇങ്ങനെ, ഒരു വെള്ളപ്പട്ടാളം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കും. ഇതുപോലത്തെ ഒരു സമ്പ്രദായം ഇവിടെ ജാഹിലിയ്യ കാലത്ത് ഇതൊക്കെ തുല്യമായിട്ടുള്ള ഒരു സമ്പ്രദായമായി ചിന്ത. ആരെങ്കിലും മരിച്ചാൽ അവിടെ പോയിട്ട് ബുൾപ്പെടുന്ന ദുഃഖാചരണം നടത്തുന്ന, ശോകാചരണം നടത്തുന്ന ഈ സമ്പ്രദായം അല്ലാഹുവിന്റെ റസൂൽ അതിനെ എത്രമാത്രം ഗൗരവത്തോടു കൂടി കണ്ടിട്ട് ചൊന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ചൊന്തു, അന്നായിഹ ഇദാ ലം തതുബ ഖബ്ല മൗതിഹാ തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖതിറാൻ. ഇങ്ങനെ അലമുറയിട്ട് ബുൾപുടര പെണ്ണുങ്ങളോ ആണുങ്ങളോ ആരുമാകട്ടെ അങ്ങനെ ചെയ്യുന്നവർ, ഇദാ ലം തതുബ ഖബ്ല മൗതിഹാ, മരിക്കുന്ന മുന്നോളോ അങ്ങ് തൗബ ചെയ്ത് മടങ്ങില്ലാണ്ടായെങ്കിൽ, അങ്ങ് പശ്ചാത്തപിച്ച് മടങ്ങില്ലാണ്ടായെങ്കിൽ നാളെ പരലോകത്ത് തങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? തുഖാമു യൗമൽ ഖിയാമ വഅലൈഹാ സിർബാലും മിൻ ഖതിറാൻ. നാളെ ഖിയാമത്ത് നാളിൽ ടാറ വസ്ത്രം, അതേ കപ്പ് ഡമാറിന്റെ ഉടുപ്പ് അങ്ങനെ അണിയിപ്പിച്ചിട്ട് അങ്ങക്ക് നൽകുന്ന ശിക്ഷയായിരിക്കും നാളെ പരലോകത്തിലുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങളെപ്പറ്റി താക്കീത് നൽകി. അപ്പൊ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇണ്ട് മുഹറം 10, ഇണ്ടത്തെ ദിവസം നമുക്ക് കാണാം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ ദുഃഖാചരണം നടത്തിരെ, ശോകാചരണം നടത്തിരെ ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെട്ട ഒരു വിഭാഗം, ഒരു പങ്കട ഇന്ന് ലോകത്ത് കാണാം. ഷിയാക്കളുണ്ട് ചൊല്ലുന്ന ഒരു വിഭാഗമായിട്ട് കയറ്. അതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കണം, ആരാണ് ഷിയാക്കള്, അങ്ങനെ നിലപാടെന്താണ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടെന്താണ്? ഇത് നാം വളരെ കൃത്യമായ നിലക്ക്, വളരെ വ്യക്തമായ നിലക്ക് നാം മനസ്സിലാക്കണം. എവിടെയെല്ലാം ഷിയാക്കൾക്ക് മെജോറിറ്റി ഉണ്ടോ, എവിടെയെല്ലാം ഷിയാക്കൾക്ക് ഭൂരിഭാഗമുണ്ടോ, ഭൂരിപക്ഷമുണ്ടോ, അവിടെയെല്ലാം അവര് ദുഃഖാചരണം നടത്തിരെ, ശോകാചരണം നടത്തിരെ നമുക്ക് കാണാൻ സാധിക്കും. വളരെ പൈശാചികമായ നിലക്കായിരിക്കും അവർ അന്ന് ശോകാചരണം നടത്തരുത്, ദുഃഖാചരണം നടത്തരുത്. എന്താണ് പ്രിയമുള്ളവർ ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഇവിടെ മനസ്സിലാക്കുന്നില്ല, ഇവിടെ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്നാൽ നിങ്ങൾക്ക് ഭൂരിഭാഗമുള്ള സ്ഥലമുണ്ട്, ഇന്ത്യയിൽ തന്നെയുണ്ട്. ബോംബെ പോലോത്ത, ചെന്നൈ പോലോത്ത, നോർത്ത് ഇന്ത്യ പോലോത്ത. ഇനി ഇന്ത്യ വിട്ടുകഴിഞ്ഞാൽ ഇറാഖ്, ഇറാൻ, ബഹ്റൈൻ, അസർബൈജാൻ എന്നുവേണ്ട സൗദിയിലെ ചില ഭാഗങ്ങളിൽ പോലും, ദമാം, കത്തീഫ് പോലോത്ത രായത്ത് പോലും ഷിയമാർ ഇവിടെ ഭൂരിഭാഗമുണ്ടോ, അവര് ദുഃഖാചരണം, ശോകാചരണം നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരുടെ പേരിൽ? മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരിൽ. ആരാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു? നമുക്കൊക്കെ പിടിയുള്ളതാണ്. അലി ഫാത്തിമ ദമ്പതിമാരുടെ മകനാണ് മഹാനായ അലി ഫാത്തിമ. ആ ദമ്പതിമാരുടെ വിവാഹം നടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയെ തൻ്റെ പെൺമക്കളിൽ അവസാനത്തെ മകളായിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ അലി റളിയല്ലാഹു തആല അൻഹുവുക്ക് മങ്ങിലാക്കി കൊടുക്കരുത്. മദീനയിലേക്ക് ഹിജറ പോയത് പിന്നെയാണ്.
അതായത് ഹിജറ 2-ാം വർഷം ബദ്ർ യുദ്ധമെല്ലാം തന്നെ ബദ്ർ യുദ്ധം കഴിഞ്ഞതിന് പിന്നെയാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം നടക്കുന്നത്. അങ്ങനെ 2 വർഷം ഹിജറ 2-ാമത്തെ വർഷം 3-ാമത്തെ വർഷത്തിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു ആൺകുഞ്ഞിക്ക് പ്രസവം നൽകി. അതായിട്ട് ഹസൻ എന്ന പേരാണ് ആ കുട്ടി കിട്ടത്. ആ പേരിട്ടത് റസൂലുള്ളാഹിയായിട്ട്. അതേപോലെ ഹിജറ 4-ാമത്തെ വർഷം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ മറ്റൊരു ആൺകുട്ടിക്ക് ജന്മം നൽകി. അതിന്റെ പേര് ഹുസൈൻ. പിടിയത്തില്ലേ, ഇത് ഇരട്ട കുട്ടികളല്ല. അങ്ങനെ ചില ആൾക്കാർ വിചാരിക്കാറ് ഹസൻ ഹുസൈൻ ചെന്നപ്പോൾ 2 ഇരട്ട അല്ല. ഹസൻ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത സഹോദരനായിരിക്കും. അങ്ങനെ ഹിജറ 4-ാമത്തെ വർഷം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രസവിച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹാക്ക് 3 ആൺമക്കൾ ഉണ്ടായിരുന്നു. ഹസൻ, ഹുസൈൻ, മുഹ്സിൻ. ആ മുഹ്സിൻ കുറച്ച് കഴിഞ്ഞ് മരിച്ചു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. 3 ആൺമക്കളും 2 പെൺമക്കളുമായിരുന്നു ഈ ദമ്പതിമാരിൽ ഉണ്ടായത്. അങ്ങനെ ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ ഇവർക്ക് പേരിട്ടത് അല്ലാഹുവിന്റെ റസൂലായിട്ട്. ഇവരുടെ പേരിൽ അഖീഖത്ത് അറുത്ത് കൊടുത്തത് അല്ലാഹുവിന്റെ റസൂലായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവരോട് വലിയ സ്നേഹമായിരുന്നു, ഈ 2 കുട്ടികളോട്. കാരണം തനിക്കുള്ള ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. അതിൽ വല്ലാത്ത വേദനയുണ്ടായിരുന്നു റസൂലിന്. പക്ഷെ അള്ളാഹുവിന്റെ പരീക്ഷണം തീരുമാനമാണ്. ആ വേദന നികത്തിയിരുന്നത് തൻ്റെ മകളുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമയിലൂടെയായിരുന്നു. അതേ അവസരത്തിൽ ഈ ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയാകരുത്, ഷഹീദാകരുത്, അള്ളാഹുവിന്റെ റസൂലിന് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു. അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. ഇറാഖിനടുത്തുള്ള കൂഫക്ക് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന കർബല. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഈ വാക്ക് കാണാം, ആ സ്ഥലത്തിന്റെ പേര് കാണാം. അതൊരു സ്ഥലത്തിന് ഒരു പേരായിട്ട് കർബലാണ്ട് ചൊല്ലുന്നത്. കർബലയിൽ വെച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാരുണമായ അന്ത്യത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അള്ളാഹു അറിയിച്ചു കൊടുത്തിരുന്നു. മഹാനായ ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ ഒരു മലക്ക്, വാനലോകത്തുള്ള ഒരു മലക്ക്, മഴയുടെ കാര്യവുമായി ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മത്തർ, മഴയുടെ കാര്യവുമായി ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അനുവാദം കേക്കറ്, നക്ക് ഭൂമിയിലേക്ക് പോയിട്ട് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, എനിക്ക് നീ സമ്മതം തരണം. ഹദീസിന്റെ ആ വാക്ക് വായിക്കാൻ ഇപ്പൊ സമയമില്ല, ആശയം മാത്രമാണ് ഞാൻ ചൊല്ലുന്നത്. അങ്ങനെ നക്ക് റസൂലുള്ളാഹിനെ കാണണോ അനുവാദം തരണോണ്ട് അള്ളാഹുടെ അനുവാദം കേക്കറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം കൊടുക്കറോ റസൂലുള്ളാഹിനെ കാണണോ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട ആ മലക്ക് ബന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് ഉമ്മു സൽമയുടെ വീട്ടിലാണ് ചെന്നെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പത്നിമാരുണ്ടായിരുന്നു. ഓരോ പത്നിമാർക്കും ഓരോ ദിവസം ഭാഗിച്ചു കൊടുത്തിരുന്നു. ആ മലക്ക് പണ്ട് ആ ദിവസം ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി ഉണ്ടായത്. മലക്ക് ബന്ത് ഇങ്ങനെ സംസാരം, ഇങ്ങനെ അവരുമായിട്ടുള്ള അഭിമുഖമായ സംഭാഷണം നടക്കറ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സൽമാനെ വിളിച്ചിട്ട് ചൊല്ലുറു, ഉമ്മു സൽമാ ഇഹ്ഫളി അലൈനൽ ബാബ ലാ യദ്ഖുൽ അലൈനാ അഹദുൻ. ഉമ്മു സൽമ, ആ ഭാഗ്യരുടെ മുട്ട നീ കാവൽ നിൽക്കണം, ഇതിന് ഉള്ളിൽ ആരും ഇപ്പൊ വരരുത്, ഇപ്പൊ ഒരു കുറഞ്ഞ സമയത്തേക്ക് ആരും വരരുത്, ആർക്കും പിന്നെ എൻട്രി ആവണകോ പ്രവേശിക്കണകോ അനുവാദം കൊടുക്കരുത്. കാരണം നമുക്ക് മലക്കുമായിട്ട് തന്നെ സംസാരിക്കണകുണ്ടോ, ആർക്കും അനുവാദം കൊടുക്കരുത്. അങ്ങനെ ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ അവിടെ ആ വാതിലിന്റെ മുട്ട കാവലായി നിൽക്കറ്. അങ്ങനെ ആരും വരാതെ അതിൻ്റെ അകത്തേക്ക് ആരും പ്രവേശിക്കാതിരിക്കണക്ക് വേണ്ടി അവിടെ കാവലായിട്ട് നിൽക്കറ്. അങ്ങനെ ഇരിക്കുമ്പോഴായിട്ടിക്കറ് മഹാനായ ഹുസൈൻ ചെറിയ കുട്ടിയായിട്ടിക്കറ്, ചെറിയ കിടാവായിട്ടിക്കറ് ഹുസൈൻ ഇങ്ങനെ ഓടി വേണ്ട ഉമ്മു സൽമ തടയറ്. കാരണം അല്ലാഹുവിന്റെ റസൂൽ ചെന്നതല്ലേ, ആരെയും ഉള്ളിൽ പ്രവേശിപ്പിക്കരുതുണ്ട്. ഉമ്മു സൽമ റളിയല്ലാഹു തആല അൻഹ തടയറ്. പക്ഷേ കിടാക്ക മക്കളല്ലേ, അങ്ങനെ എത്ര തടഞ്ഞാലും അങ്ങ് വരാതിരിക്കോ, അഞ്ഞയും ഇഞ്ഞയും എങ്ങനെല്ലോ ആക്കിയിട്ട് നൂണ്ടിട്ട് ഉമ്മു സൽമാരെ കാലിന്റെ ഇടയിലൂടെ ഉള്ളുക പോയി. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഉള്ളുക പോയി, ഓടിപ്പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബെന്നില്, റസൂലുള്ളാഹിയുടെ മുതുകില്, മടിയിൽ വെച്ചിട്ട് അഞ്ഞയും ഇഞ്ഞയും കളിക്കണു തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത കൃപ, മക്കളോട് വലിയ
ഈ പേരമക്കളോട് വലിയ സ്നേഹമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുഞ്ഞിനെ വല്ലാതെ ചേർത്ത് പിടിച്ചിട്ട് അതുക്ക് ബൂസ കൊടുത്തു, അതുക്ക് മുത്തം കൊടുത്തു. ഇതെല്ലാം മലക്ക് കാണുറ്, ഇതെല്ലാം മലക്ക് കാണുറ്. മലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേക്കറ്, അതുഹിബ്ബുഹു അതുഹിബ്ബുഹു, നിങ്ങൾക്ക് ഈ മോനട്ട് വലിയ പിരിശമുണ്ടല്ലേ, വലിയ സ്നേഹമുണ്ടല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നു, അതെ, നിനക്ക് വലിയ സ്നേഹമാണ്, ഈ കുഞ്ഞിരട്ട വലിയ സ്നേഹമാണ്. അതേപോലെ തന്നെ ഈ കുഞ്ഞിന് മൂത്ത സഹോദരനായിട്ട് ഹസൻ ഹസൻ ഹുസൈൻ, നിങ്ങളുടെ നിനക്ക് വലിയ സ്നേഹമാണ്. ഹുമാ റൈഹാനതായ മിനദ്ദുനിയാ, ഹുമാ റൈഹാനതായ മിനദ്ദുനിയാ, അല്ലാഹുവിന്റെ റസൂൽ മലക്കിനോട് ചൊന്നു, അത് ദുനിയാവിൽ നിനക്ക് ചന്ദാമര പുഷ്പമാണ്, നിനക്ക് നല്ല സുഗന്ധമുള്ള നല്ല പെർഫ്യൂമുള്ള ഫ്ലവറിനെ പോലെ, ഫ്ലവർ ഒരു പൂവിനെ പോലെ ആയിട്ട് ഈ രണ്ട് മക്കൾക്ക് അത്രമാത്രം നിനക്ക് വലിയ സ്നേഹമാണ്. അപ്പോൾ ആ മലക്ക് ചൊല്ലു, പ്രവാചകരെ, റസൂലേ, ഞാൻ നിങ്ങൾക്കൊരു കാര്യം ചൊന്നു തരട്ടെ ഈ കുട്ടിയെ സംബന്ധിച്ച്. എന്താണ്? നോക്കൂ, അമാ ഇന്ന ഉമ്മതക സതഖ്തുലുഹു വഇൻ ശിഅത അറൈതുകൽ മകാന അല്ലദി യുഖ്തലു ഫീഹി. നിങ്ങളുടെ ഉമ്മത്ത്, നിങ്ങളുടെ സ്വന്തം സമുദായം ഈ കുഞ്ഞ് വലുതായതിന് ശേഷം ഈ കുഞ്ഞിനെ അറുകൊല ചെയ്യും, ഈ കുഞ്ഞിനെ മർഡറാക്കും, കൊല ചെയ്യും നിങ്ങളുടെ ഉമ്മത്ത്. ഈ കുഞ്ഞ് എവിടെയാണോ മരിക്കുന്നത്, ഈ കുഞ്ഞ് എവിടെയാണോ രക്തസാക്ഷിയാവുന്നത്, ആ ജാഗ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, ആ ജാഗ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായിട്ട് ഇറാഖിലെ കൂഫക്ക് മുട്ടമുള്ള കർബല. എന്നിട്ട് അവിടെ നിന്ന് ഒരു പിടി മണ്ണ് കൊണ്ടുവന്നു. ഹദീസിൽ കാണാം, ഫജാഅ ബിതീനത്തിൻ ഹംറാ, ചുവന്ന കെമ്പു ബണ്ണമുള്ള, കെമ്പു നിറമുള്ള ഒരു പിടി മണ്ണ് കൊടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടുക്കുറു. എന്നിട്ട് ഉമ്മു സൽമ ആ മണ്ണിറ വാങ്ങിയിട്ട് അവിടെ ശേഖരിച്ച് വെക്കറ്. പിന്നീട് ചരിത്രം കുറെ കഴിഞ്ഞ് ഹുസൈൻ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായ കർബലായുടെ മണ്ണും ഈ മണ്ണും ഒരുപോലെ ആയിട്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ മലക്ക് ഈ കുഞ്ഞ് രക്തസാക്ഷിയാകും, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്, അത് അല്ലാഹുവിന്റെ ഉദ്ദേശമാണ് എന്ന കാര്യം നേരത്തെ തന്നെ തെറിപ്പാട്ടി കൊടുത്തതാണ്. ഇനി നമുക്ക് ആ സംഭവം ഒരല്പം സമയത്തിന്റെ ദൗർബല്യം കൊണ്ട് വളരെ വേഗത്തിൽ, വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ അതിനെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നു. എങ്ങനെയായിട്ടും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രക്തസാക്ഷിയായത് എന്ന് നമുക്കറിയാം. ഖിലാഫത്ത് അല്ലാഹുവിന്റെ റസൂല് ഈ ലോകത്ത് വഫാത്തായതിന് പിന്നെ നുബുവത്ത് അവസാനിച്ചിട്ട് റിസാലത്ത് അവസാനിച്ച് ഇനിയൊരു പുതിയ നബി വരണമെങ്കില്ല, ഒരു റസൂൽ വരണമെങ്കില്ല. അല്ലാഹുവിന്റെ റസൂൽ അവസാനത്തെ നബി, അവസാനത്തെ റസൂലായിട്ട്. പിന്നീട് ഖിലാഫത്താണ് പിന്നീടുണ്ടായത്. അത് അല്ലാഹുവിന്റെ റസൂൽ ചെന്ന് മരിക്കുന്ന മുന്നോൾ തന്നെ 30 വർഷക്കാലം ഖിലാഫത്തുണ്ടാകും, 30 വർഷക്കാലം ഖിലാഫത്തുണ്ടാകും. അൽ ഖിലാഫത്തു ബഅദി 30 സന സുമ്മ യകൂനു മുൽക്കാ. നക്ക് ശേഷം 30 വർഷക്കാലം ഇവിടെ ഖിലാഫത്തുണ്ടാകും. ചെന്നെങ്കിൽ അമ്പിയാക്കന്മാരുടെ ആ തരീഖ അനുസരിച്ച് ഭരണം നടത്തുന്ന ഖുലഫാഉർ റാഷിദുകൾ, അതാണ് ഖിലാഫത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കരുത്. എങ്ങനെ പ്രവാചകന്മാർ ഇവിടെ അവർ ജീവിച്ച് കാണിച്ചോ അതേ മാതൃകയിൽ ജീവിച്ച് ഭരണം നടത്തുന്ന ഖുലഫാഉർ റാഷിദുകൾ, അത് 30 വർഷമാണ്. സുമ്മ യകൂനു മുൽക്കാ, പിന്നെ ഇവിടെ രാജഭരണമായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, രാജഭരണമായിരിക്കും. രാജഭരണം കൊണ്ട് ചെന്നെങ്കിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ഓരോരുത്തരും കയ്യൂക്കും, നല്ല നാവുക നല്ല ചളാക്കിയുമുണ്ടെങ്കിൽ അവൻ ഭരണാധികാരിയാകുന്ന അങ്ങനെ രാജാക്കന്മാരുടെ ഭരണമായിരിക്കും പിന്നീടുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അങ്ങനെ ഇസ്ലാമിലെ 1ാമത്തെ ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹു, 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, 3ാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, 4ാമത്തെ ഖലീഫ അലി ഇബ്നു അബീ താലിബ്. പിന്നീട് അലി ഇബ്നു അബീ താലിബ് വഫാത്തായതിന് പിന്നെ കുറച്ച് ആളുകൾ ഇറാഖിലെ കൂഫയിലെ ആ ഭാഗത്തുള്ള ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ വലിയ മകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് ബൈഅത്ത് ചെയ്തു, അദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുത്തു. പക്ഷേ ആ സമയത്ത് മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഒരു ആഭ്യന്തരമായിട്ടിക്കരെ
ഇന്റർണൽ ആയിട്ട് ഒരുപാട് യുദ്ധങ്ങളും കലഹങ്ങളും എല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സന്ദർഭമായിരുന്നു. അതായത് ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അബ്ബ അലി റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ മുആവിയ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു തആല അൻഹുക്ക് ബയ്യത്ത് ചെയ്യാനൊക്കെ തയ്യാറായില്ല. അതൊക്കെ ചില കാരണങ്ങളെല്ലാം ഉണ്ട്, അതിപ്പോ വിശദീകരിക്കണമെങ്കിൽ ഇവിടെ സമയമില്ല. അങ്ങനെ ഒരുപാട് യുദ്ധങ്ങൾ അതിന് പിന്നാലെ ഉണ്ടായി. സിഫീൻ, ജമലും തുടങ്ങി അങ്ങനെ ഒരുപാട് സഹാബത്ത് ആ യുദ്ധത്തിൽ മരണപ്പെടുകയുണ്ടായി. മുസ്ലിമീങ്ങൾ തമ്മിലുള്ള യുദ്ധമായിരുന്നു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തപ്പോ അങ്ങനെ 6 മാസക്കാലം ഭരിച്ചപ്പോ പിന്നെയും ആഭ്യന്തര യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത അവിടെ വന്നപ്പോ മഹാനായ ഹസൻ റളിയല്ലാഹു തആല അൻഹു എന്തിനു ചെയ്തിട്ടുണ്ടെങ്കിൽ നക്ക് ഭരണം വേണ്ട, ആടളിത്ത വേണ്ട, ഞാൻ മുആവിയക്ക് തന്നെ കൊടുക്കരെ, മുആവിയ റളിയല്ലാഹു തന്നെ ഭരിക്കട്ടെ. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൽ നിന്നിട്ട് ഒഴിവായിട്ട് മുആവിയ റളിയല്ലാഹു തആല അൻഹുക്ക് ബൈഅത്ത് ചെയ്ത് എല്ലാവരും അത് അംഗീകരിച്ചു. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയായി, ഭരണാധികാരിയായി എല്ലാവരും അംഗീകരിച്ചു. നല്ല ഒരു പണിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു ചെയ്തത്. കാരണം അദ്ദേഹം ആടളിത്തിൽ നിന്നിട്ട് ഒഴിവായി എല്ലാം മുആവിയയെ ഏൽപ്പിച്ചു. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കണകോ ആടളിത്തം നടത്തണകോ നല്ല പിടിയുള്ള ആളായിട്ടുണ്ട്, നല്ല എലിജിബിളായ ആളായിട്ടുണ്ട്. അങ്ങനെ ഭരണം ഏറ്റെടുക്കുന്ന ആ സന്ദർഭത്തിൽ ഹിജ്റ 40-ാമത്തെ വർഷത്തിലാണ്. ഹിജ്റ 40-ാമത്തെ വർഷത്തിൽ അദ്ദേഹം ഭരണം ഖലീഫയായി ഏറ്റെടുക്കുമ്പോൾ 20 വർഷക്കാലത്തെ ഗവർണറായി സേവനമനുഷ്ഠിച്ച ആ കഴിവ്, ആ പാഠവും അയാൾക്കുണ്ടായിരുന്നു. പിന്നെ 20 വർഷക്കാലം അദ്ദേഹം ഭരണം നടത്തി. നല്ല ഭരണമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമക്ക് ഒരുപാട് നേട്ടമുണ്ടായ ഭരണമായിട്ടുണ്ട്. ഒരുപാട് വളർച്ച, ഒരുപാട് സംഭാവനകളൊക്കെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമക്ക് ആ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിലൂടെ ഉണ്ടായതായിട്ട് നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഹിജ്റ 60 വർഷത്തോളം നല്ല നിലക്ക് ഭരണം നടത്തി. എല്ലാ സഹാബികളും അത് അംഗീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭരായിട്ടിക്കര സഹാബിമാർ, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, അങ്ങനെ എല്ലാവരും ഇത് അംഗീകരിച്ചു. അങ്ങനെ ഹിജ്റ 60-ാമത്തെ വർഷമാകുമ്പോഴത്തോ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മരണമാസന്നമാകുന്ന സമയം അദ്ദേഹം എന്ത് ചെയ്തു? ഭരണം അദ്ദേഹം ഒഴിവായി സ്വന്തം മകനുക്ക്, അയാളുടെ ഒരു മകൻ യസീദ് അദ്ദേഹം ഭരണ ചുമതല നൽകി. മനസ്സിലാക്കണം, സ്വന്തം മകനുക്ക് അയാള് ഈ ഖിലാഫത്ത് സ്ഥാനം, ഈ ഇമാറത്ത് സ്ഥാനം അദ്ദേഹം സ്വന്തം മകൻ യസീദിന്റെ സ്വന്തം മകനുക്ക് അദ്ദേഹം നൽകിയപ്പോ ഇത് പല സഹാബത്തുക്കും അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം ഇത് ചരിത്രത്തിൽ കേൾവിയില്ലാത്ത സംഭവമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ മുഅ്മിനീങ്ങൾക്കുള്ള അമീറിനെ തിരഞ്ഞെടുക്കേണ്ടത് അത് മുഅ്മിനീങ്ങളായിരിക്കണം എന്നുള്ളത് അതിന്റെ മുമ്പുള്ള ചരിത്ര സംഭവമാണ്. പക്ഷെ അതെല്ലാം എതിരായിട്ടായിട്ടുണ്ട് മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു തൻ്റെ മകനെ അവിടെ അധികാരിയാക്കിയത്, മകനുക്ക് ആടളിത്തം നൽകിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് സഹാബത്ത് അംഗീകരിച്ചില്ല. ഇതായിട്ടുണ്ട് പ്രശ്നത്തിന് തുടക്കം. ഇതായിട്ടുണ്ട് കർബലായിൽ വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടാനുള്ള കാരണവും ഇതായിട്ടുണ്ട്. ചരിത്രം വിശദീകരിക്കണം, ഇവിടെ സമയമില്ല പ്രിയമുള്ളവരെ. ഇതൊക്കെ നാം മനസ്സിലാക്കണം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിനെ ബൈഅത്ത് ചെയ്യാൻ കൂട്ടാക്കിയില്ല, അംഗീകരിച്ചില്ല. പക്ഷേ കൂഫക്കാരും ഇറാഖുകാരും എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കത്തെഴുതിയിട്ട് അങ്ങോട്ട് വെളിപ്പാട്ടി, നിങ്ങൾ നമ്മുടെ റായത്തേക്ക് വരും, നിങ്ങളെ ഞങ്ങൾ ഖലീഫയാക്കാം, ഞങ്ങൾക്ക് യസീദ് സമ്മതനല്ല. അങ്ങനെ കൂഫക്കാർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂഫയിലേക്ക് ഇങ്ങനെ ക്ഷണിച്ചു, കത്തുകൾ എഴുതി. പക്ഷെ കൂഫക്കാർ ഇറാഖുകാരുണ്ട് ചെന്നെങ്കിൽ അങ്ങ് വഞ്ചകന്മാരാണ്, അങ്ങ് ചതിയന്മാരാണ്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു വധിച്ച ആളുകളാണ് അവർ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും അതേപോലെ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും കൊലപാതകത്തിൽ മുൻപന്തിയിലുണ്ടായിരുന്ന ആളുകളായിരുന്നു ഇറാഖിലെ കൂഫക്കാർ. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക്, ഇറാഖിലേക്ക് പുറപ്പെടുമ്പോൾ പ്രഗത്ഭരായ സഹാബത്ത് ചെന്നു, നിങ്ങൾ പോകണ്ട, കൂഫയിലേക്ക് നിങ്ങൾ പോകണ്ട, അങ്ങ് ചതിയന്മാരാണ്, വഞ്ചകന്മാരാണ്, നിങ്ങളെ ചതിക്കും. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരുപാട് എഴുത്തുകളൊക്കെ കിട്ടിയിരുന്നു. കൂഫയിലെ വലിയ വലിയ ഗോത്രക്കാരൊക്കെ എഴുത്ത് കാണിച്ചു കൊടുത്തു. പക്ഷേ സഹാബത്ത് ചൊന്ത് പോണ്ട, അബ്ദുല്ലാഹി ഇബ്നു ഉമർ അവിടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോണ് വളരെ വിനയത്തോടെ ചൊന്ന് നിങ്ങൾ പോണ്ട കൂഫയിലേക്ക്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മമ്മകാ നിങ്ങൾ പോകണ്ട എന്ന് വളരെ വളരെ റിക്വസ്റ്റ് ആക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ചൊന്തു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊന്തു, ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ചൊന്തു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഞങ്ങളെ പൊളക്കെ കേൾക്കാണ്ട് കൂഫയിലേക്ക് പോയി. കൂഫയിലേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ഉണ്ടായ സംഭവം ഞാൻ ചുരുക്കിയിട്ട് പറയുകയാണ്. ആരും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടായില്ല. ആരും വെമ്പള കൊടുക്കണമെങ്കിൽ അവിടെ ഉണ്ടായില്ല. കത്തെഴുതിയ ഗോത്രക്കാരെല്ലാം അങ്ങോ യസീദിലെ ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ഉണ്ട് ചൊല്ലരെ, ഇറാഖിലെ അതായത് കൂഫയിലെ ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് വലിയ തന്ത്രശാലി കുതന്ത്രക്കാരനായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനുള്ള സപ്പോർട്ടാക്കാൻ ആളുണ്ടെന്ന് പിടിയായപ്പോൾ അങ്ങളെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ മനുഷ്യൻ എന്താക്കി, തങ്ങൾക്ക് കുറെ സ്ഥാനവും കുറെ ദുന്യാവും കുറെ പണവും കൊടുത്തിട്ടെല്ലാം പാട്ടിലാക്കി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് എത്തും ആരും ഉണ്ടായിരുന്നില്ല. ചതിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, ചതിച്ചു. അവസാനം എന്ത് ചെയ്തു? ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു രാജ്യദ്രോഹമാണ് ചെയ്തത് എന്ന കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ യസീദിന്റെ ഭാഗത്ത് നിന്ന് കൽപ്പന വന്നു. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒട്ടിക്കുന്ന ഒരുപാട് അഹ്ലു ബൈത്തിൽപ്പെട്ട നബി കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിഷ്ഠൂരമായ നിലക്ക്, പൈശാചികമായ നിലക്ക് ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ, അവിടുത്തെ ഗവർണറായിരുന്ന ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെ പട്ടാളം മിലിറ്ററി നിഷ്ഠൂരമായ നിലക്ക് കൊലപ്പെടുത്തി എന്നാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കഴുത്ത് ഛേദിച്ചു. എൻ്റെ പ്രിയമുള്ളവരെ, ഇതാണ് കർബല സംഭവം. ഇതാണ് കർബല സംഭവം. ഇത് കളഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായി അവരുടെ ഇടയിൽ. അതുകാണ് ജയ്ഷു തവ്വാബീൻ ചൊല്ലുന്നത്. ചെന്നെങ്കിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ വിളിപ്പാട്ടിയ ആളുകൾക്ക് പിന്നീട് ഒരു മനസ്താപം വന്ന്, ഒരു കുറ്റബോധം വന്ന്, നമ്മുടെ ഭാഗത്ത് ഇങ്ങനെ വന്നുപോയല്ലേ എന്ന് ചൊന്തു. പിന്നീട് അവരെന്താക്കിയാർ, അത് തൗബ എന്ന നിലക്ക് ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുരെ അവിടെ പോയിട്ട് ഇങ്ങനെ പുൾപ്പെടാൻ തുടങ്ങി. അതേപോലെ തന്നെ ഞങ്ങളെ തല കീറണു തുടങ്ങി, ശരീരത്തെ പീഡിപ്പിക്കൊണു തുടങ്ങി. എപ്പോ മുഹറം 10 മനസ്സിലാക്കണം, ആരാണ് ചതിച്ച കൂട്ടരാണ്. തൗബ, അത് തൗബയായിട്ട് അതാണ് ഇണ്ട് നമുക്ക് ഷിയാമാരുണ്ട് ചൊല്ലുന്ന ആൾമാരിൽ കാണുന്നതും. മുഹറം 10 അങ്ങോ ഞങ്ങളെ തലയിലേക്ക് അടിക്കുന്നതും, അതേപോലെ തന്നെ ചെറിയ ചെറിയ മക്കളുടെ കയ്യിൽ പോറും ഹത്യാറുകൾ കൊടുത്തുകൊണ്ട് ഞങ്ങളെ ശരീരത്തെ പീഡിപ്പിക്കുന്നതും. യാ ഹുസൈൻ യാ ഹുസൈൻ ഹംനത്തെ ഹംനത്തെ യാ ഹുസൈൻ ഹംനത്തെ. ഞങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല ഹുസൈനെ, അണ്ട് ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുടിക്കണം നമ്മൾ തണ്ടി തരുമായിരുന്നു, നിങ്ങളെ സംരക്ഷിക്കുമായിരുന്നു. അങ്ങനെ മൊസളക്കണ്ണീരിടുന്നവരാണ് പ്രിയമുള്ളവരെ. ഇവർ വഞ്ചിച്ചവരാണ് യഥാർത്ഥത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. ഇതാണ് ചരിത്രം, കർബലായുടെ ചരിത്രം. അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദുഃഖാചരണം, ഈ ശോകാചരണം കൊണ്ട് ചൊല്ലുന്നത് പരിശുദ്ധമായ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇത് ഷീ വിശ്വാസമാണ്. അതുകൊണ്ട് ഷീ വിശ്വാസം എന്തിന്, ഷീ അഖീദ എന്തിന്, അവരുടെ കർമ്മം എന്തിന്, അവരുടെ ആചാരം എന്തിന്, ഒരിക്കലും അതിൻ്റെ ആളുകളായി നാം മാറിപ്പോകരുത്. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ അവബോധം, ജാഗ്രത ഉണ്ടാക്കൽ അനിവാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായ നിലക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ശരിയായ അഹ്ലുസുന്നത്തി വൽ ജമാഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ, അവിടുത്തെ ഖുലഫാഉ റാഷിദുകൾ നിലകൊണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ ആശയത്തിൽ അടിയുറച്ചു നിൽക്കണോ. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഇമാമിനാ വഖുദ്വത്തിനാ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين.
സഹോദരങ്ങളെ, സഹോദരിമാരെ, ഷിഈ ആശയമെന്ന് പറയുന്നത് അത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് എതിരായ ആശയമാണ്, എതിരായ ആദർശമാണ്. കർബല, ഹുസൈൻ റളിയല്ലാഹു അൻഹു മറവ് ചെയ്യപ്പെട്ട കർബല എന്ന ആ സ്ഥലം ഷിയാക്കൾക്ക് കഅബയേക്കാൾ പ്രാധാന്യമുള്ളതാണ്. കഅബാലയം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ചെയ്യുന്നതിന് ആദ്യമായി ഉണ്ടാക്കപ്പെട്ട കഅബാലയം, അത് ഒരു പ്രാധാന്യം അവർ കൽപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇവരുടെ ആത്മീയ നേതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആയത്തുല്ലാ റൂഹുല്ലാ ഖുമൈനി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാസറ്റ് വിപ്ലവം, നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അത് വലിയ ഒരു സംഭവമായിരുന്നു. ഖുമൈനിയുടെ കാസറ്റ് വിപ്ലവം. കാസറ്റ് വിപ്ലവത്തിലൂടെയാണ് അദ്ദേഹം ഇറാൻ പിടിച്ചടക്കുന്നത്. ആ ഇറാൻ പിടിച്ചടക്കിയതിന് പിന്നെ അദ്ദേഹം നടത്തുന്ന ഒരു പ്രസ്താവനയുണ്ട്. ചെറുപ്പക്കാരെ, ചോര തുടിക്കുന്ന ചെറുപ്പക്കാരെ മുന്നിൽ വെച്ച്, യുവാക്കളെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം ഒരു വലിയ ഒരു പ്രസംഗം നടത്തുന്നത്. ചെറുപ്പക്കാരായിട്ട് ചൊല്ലുറോ, നമുക്ക് നമ്മുടെ ശക്തി ഷിയാക്കളോട് ചെന്നെങ്കിൽ എന്തിനായിട്ട് ലോകം പിടിയാകണം. ആ ലോകം പിടിയാകണമെങ്കിൽ, നമ്മുടെ ശക്തി ലോകം പിടിയാകണമെങ്കിൽ നാം ചെയ്യേണ്ടത് അതേ മക്കായും മദീനയും നമ്മൾ പിടിച്ചടക്കണം. മക്കായും മദീനയും പിടിച്ചടക്കണം. എന്നിട്ട് മക്കായും മദീനയും പിടിച്ചടക്കിയാൽ, അങ്ങനെ കഴിഞ്ഞാൽ അയാൾ ചൊല്ലുന്നത് അൻ ഉഖ്രിജ സനമൈൻ അബൂബക്കർ വ ഉമർ മിൻ ഖബ്റൈഹിമാ. അങ്ങനെ മക്കയും മദീനയും നക്ക് കിട്ടിയാൽ, അതിരാധിപത്യം നക്ക് കിട്ടിയാൽ, ഞാൻ ഫസ്റ്റ് ചെയ്യരുത് മദീനയിലേക്ക് 2 വിഗ്രഹങ്ങളുണ്ട് ഖബറിന്റെ ഉൾക്ക. 2 വിഗ്രഹം. ആ വിഗ്രഹത്തെ പുറത്തെടുത്ത് ഞാൻ വലിച്ചെറിയും. ഏതാണ് ആ വിഗ്രഹം? ഒന്ന് അബൂബക്കറുടെ വിഗ്രഹമാണ്, ഒന്ന് ഉമറുടെ വിഗ്രഹമാണ്. അത് 2നെയും ഞാൻ വലിച്ചെറിയും. അത്രമാത്രം ശത്രുതയാണ് അബൂബക്കറിനോടും ഉമറിനോടും റളിയല്ലാഹു തആല അൻഹുമാ. മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ഇഷ്ടപ്പെട്ട പ്രവാചകന്റെ 2 സഹാബത്ത് അവർ കാഫിരീങ്ങളാണ് എന്നാണ് അവരുടെ വിശ്വാസം. അബൂബക്കർ കാഫിറാണ്, ഉമർ കാഫിറാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുനാഫിഖാണ്. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹ കാഫിറത്താണ്. കാഫിറത്താണെന്ന് മാത്രമല്ല, വഇന്നഹാ മിൻ അഹ്ലിൻ നാർ, ആയിഷ നരകത്തിൽ പെടുന്ന, നരകത്തിന്റെ അഹ്ലാണ് എന്നതാണ് ഷിയാക്കളുടെ വിശ്വാസം. നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം അപമാനകരമായ നിലക്കാണ് ഇവർ സഹാബത്തിനെ കാണുന്നത്. എത്രത്തോളം മോശമായ വിശ്വാസമാണ് ഇവരുടെ വിശ്വാസമെന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെയാണ് ഇവർ ഖുർആനെ കാണുന്നത്, എങ്ങനെയാണ് ഇവർ പ്രവാചകനെ വിലയിരുത്തുന്നത്, എങ്ങനെയാണ് പരിശുദ്ധ കഅബാലയത്തെ ഇവർ കാണുന്നത് എന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയുള്ളവരാകണം. ആ ഷീഈ വിശ്വാസം ഇന്ന് നമ്മുടെ സമൂഹത്തിലും അവർ കുത്തിക്കയറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഷിയാക്കൾ കടന്നു കയറിയിട്ടുണ്ട്, സമസ്തയുടെ ഉൾക കടന്നു കയറിയിട്ടുണ്ട്. നാം മനസ്സിലാക്കണം, സമസ്തയുടെ ഉൾക അവർ കടന്നു കയറിയിട്ടുണ്ട്. അതാണ് ഇന്ന് സമസ്തക്കാരുടെ ഇടയിൽ കാണുന്നത്. ഇന്നത്തെ ദിവസം അതേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആണ്ട് നേർച്ച നടത്തും. അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞും ഹുസൈൻ റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ പേരിലൊക്കെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ജാഗ്രതയുള്ളവരാകണം. നിങ്ങൾ നോക്കണം, ഇറാൻ പോലത്തെ ഇവർക്ക് ഷിയാക്കൾക്ക് ആധിപത്യമുള്ള സ്ഥലം, അവിടെ ആ ഷിയാക്കൾക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് ഒരു അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പള്ളി കാണാൻ സാധ്യമല്ല. വലിയ വലിയ ടെഹ്റാൻ പോലത്തെ നഗരങ്ങളിൽ പോലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ തൗഹീദിന്റെ ഒരു പള്ളി ഇറാനിൽ കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ അവിടെ ജൂതന്മാർക്കുള്ള പള്ളിയുണ്ട്, ജൂതന്മാർക്കുള്ള സിനഗോഗുകൾ അവിടെയുണ്ട്. ടെഹ്റാനിലും മറ്റുമെല്ലാം ദശക്കണക്കിന് ജൂതന്മാർക്ക് പള്ളികളുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ചർച്ചുകളുണ്ട്. തൗഹീദിന്റെ ഒരൊറ്റ പള്ളി, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ഒരൊറ്റ പള്ളി പോലും അവിടെ കാണാൻ സാധ്യമല്ല. ഇസ്ലാമിലെ എത്ര വലിയ ശത്രുക്കളാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ എത്ര വലിയ ശത്രുക്കളാണ് എന്ന് നമുക്കിതിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസം, അവരുടെ ആചാരം, അവരുടെ ആചരണ, അവരുടെ സമ്പ്രദായം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാതെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരുടെ വിശ്വാസ ആചാര സമ്പ്രദായങ്ങളിൽ നിന്നിട്ട് നമ്മെയും മുസ്ലിം ഉമ്മത്തിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ ഉണ്ട് നമുക്ക് ദ്വാരക്കുണുക്ക് വേണ്ടി, അതായത് ഒരു ചെറിയ 4 വർഷം പ്രായമുള്ള ഒരു കിടാവ് ടെറസിന് മേലെ വീണിട്ട് അബോധാവസ്ഥയിലാണ് എന്ന വിവരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാനായ റഹീമായ റബ്ബു സുബ്ഹാനഹു വ തആല ആ കിടാവിന്റെ രോഗം എത്രയും വേഗത്തിൽ വളരെ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ആ കിടാവുക ശാരീരികമായോ മാനസികമായോ യാതൊരു പോറലും ഏൽക്കാതെ പൂർണ്ണമായ ആരോഗ്യവും ആഫിയത്തും അല്ലാഹു തആല ആ കിടാവുക പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ ദ്വാരക്കുണുക്ക് എന്നോട് വ്യക്തിപരമായിട്ട് ചെന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാ ഖൈറായ മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിലുടനീളം അല്ലാഹു തആല ധാരാളം ബർക്കത്തുകൾ ചൊരിയുമാറാകട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്കൊക്കെ പിടിയുള്ളതാണ് എന്ന് കളക്ഷനാണ്, നമ്മുടെ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷൻ ഉദാരമായ നിലയ്ക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം എന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അതേപോലെ നാളെ ശനിയാഴ്ച ഇവിടെ ഈ ഗേൾസ് പെണ്ണുങ്ങൾക്കായിട്ടുള്ള ദഅവാ കോഴ്സ് അതിങ്ങനെ വൈകുന്നേരം ആരംഭിക്കണമെങ്കിൽ പോറും അതിന് ഒരു എൻട്രൻസ് എക്സാം നാളെ ഇവിടെ നമ്മുടെ മദ്രസിൽ വെച്ചുണ്ടാകും. അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കണം. ആ എൻട്രൻസിൽ താല്പര്യമുള്ളവർ അതിൽ ഭാഗഭാക്കാകണം. നാളെ അസറിന് ശേഷമാണ്, 5 മണി മുതൽ 6:15 വരെയാണ് ഇതിൻ്റെ സമയം. അതുകൊണ്ട് സഹോദരിമാർ ഈ കാര്യം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സദുദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന നിലക്ക് പടച്ച തമ്പുരാൻ പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.